നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. ആവേശം എന്ന സിനിമ ആവേശത്തോടെ കണ്ടവരാണ് നാം. വലിയ വിജയമാണ് ആ ചിത്രം നേടിയത്. 100 കോടിയിലെത്തിയ വിജയം. പക്ഷേ അത് നൽകുന്നൊരു ചീത്ത സന്ദേശമുണ്ട്. അധോലോകത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും ആവേശത്തോടെ അവതരിപ്പിക്കുന്നു എന്നതാണ് അതിലെ അപകടം. അത് കണ്ടപ്പോൾ മുമ്പ് ഞാൻ വായിച്ച ഒരു പുസ്തകം ഓർമ്മ വന്നു. കില്ലിംഗ് ഓഫ് പാബ്ലോ എന്നതാണ് ആ പുസ്തകം. മയക്കുമരുന്ന് വ്യാപാര ശൃംഖലയുടെ അധിപനായിരുന്ന പാബ്ലോ എസ്കോബാറിനെ കുറിച്ച് മാർക്ക് ബോർഡൻ എഴുതിയ പുസ്തകം. ഒരു കാലത്ത് അമേരിക്കയിലേക്കുള്ള കൊക്കൈൻ കടത്തിൻ്റെ ഏതാണ്ട് ഏറിയ പങ്കും നിർവഹിച്ചിരുന്നത് ഈ അധോലോക രാജാവായിരുന്നു. 2190 കോടി ഡോളറിൻ്റെ വ്യക്തിഗത ആസ്തി ഉണ്ടായിരുന്ന എസ്കോബാറിൻ്റെ ജീവിതത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ആവേശത്തിലെ നായകൻ രംഗണ്ണൻ. ലോകത്തിൻ്റെ ഏറ്റവും സമ്പന്നനായ ക്രിമിനൽ എന്നായിരുന്നു അക്കാലത്ത് എസ്കോബാർ അറിയപ്പെട്ടിരുന്നത്. ആവേശത്തിലെ പോലെ ആവേശത്തോടെ നടത്തുന്ന ജന്മദിനങ്ങളായിരുന്നു എസ്കോബാറിൻ്റെ ഒരു സ്വഭാവം. അതുതന്നെയാണ് അദ്ദേഹത്തെ പരാജയത്തിലേക്ക് നയിച്ചത്. അത് വിധിയുടെ മറ്റൊരു വിളയാട്ടമാണ്. എസ്കോബാർ മരിച്ചിട്ടിപ്പോൾ ഏതാണ്ട് 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഈ അധോലോക ക്രിമിനലിനെ ഒരു ദേവദൂതനായി കരുതുന്ന ഒരു പറ്റം മനുഷ്യർ കൊളംബിയയിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നല്ല, ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എന്ന പോലെ അവിടേക്ക് സന്ദർശകർ ഒഴുകി എത്താറുണ്ടെന്നുമാണ് ആമി ലക്ഷ്മി തൻ്റെ ലാറ്റിൻ അമേരിക്കൻ യാത്രകൾ എന്ന പുസ്തകത്തിൽ പറയുന്നത്. കൊളംബിയക്കാരനായ അവരുടെ ടാക്സി ഡ്രൈവർ പറയുന്നുണ്ട്, പാബ്ലോ എസ്കോബാർ നിങ്ങൾക്ക് ഭീകരനായിരിക്കാം, പക്ഷേ പാവങ്ങൾക്കയാൾ ദൈവമാണ്. പാവങ്ങൾക്കായി ഒരു ഗ്രാമം മുഴുവൻ പണി തീർത്ത ദൈവം. അയാൾ പാവങ്ങൾക്കായി പണി കഴിപ്പിച്ച വീടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ഡ്രൈവർ അത് പറയുന്നത്. ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നോർക്കണം. 4000-ലേറെ ആളുകളെ നിഷ്കരണം വധിച്ച പാബ്ലോ എസ്കോബാറിനെ കുറിച്ചാണ് പറയുന്നത്. അമേരിക്ക ഒരു കാലത്ത് മയക്കുമരുന്നിൽ മുക്കിയ, കൊളംബിയൻ പോലീസിനെ വിറപ്പിച്ച ഒരു കൊടും കുറ്റവാളി എങ്ങനെ കൊളംബിയക്കാരുടെ മാത്രമല്ല മെക്സിക്കോക്കാരുടെയും ആരാധനാപാത്രമായി എന്നൊരന്വേഷണമാണ് ഇന്ന് നടക്കുന്നത്. സമ്പത്തൊരു മനുഷ്യനെ എത്രമാത്രം ക്രൂരനാക്കുമെന്നും അതേസമയം ആ സമ്പത്ത് കൊണ്ട് തന്നെ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിലേക്ക് നാണയത്തുട്ടുകൾ എറിഞ്ഞുകൊടുത്ത് എത്രമാത്രം അവരുടെ ആരാധനാപാത്രമായി മാറാമെന്നുമുള്ളതിൻ്റെ പ്രത്യക്ഷമായ നിദർശനമാണ് പാബ്ലോ എസ്കോബാറിൻ്റെ ജീവിതം. അത് ആരും പ്രചോദനമാക്കരുത്. പക്ഷേ അതിൽ നിന്നും എല്ലാവർക്കും പഠിക്കേണ്ട ചിലതുണ്ട്. അതുകൊണ്ടാണ് ഈ കൊടും കുറ്റവാളിയുടെ ജീവിതത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് പറയാം എന്ന് തീരുമാനിച്ചത്. ഒരു കർഷകൻ്റെയും അധ്യാപികയുടെയും മകനായി കൊളംബിയയിലെ അരക്കട്ടാക്ക എന്ന ഗ്രാമത്തിലാണ് പാബ്ലോ എസ്കോബാർ ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ പണത്തോട് വല്ലാത്തൊരു ആർത്തിയായിരുന്നു. പണമുണ്ടാക്കാൻ ആദ്യം കണ്ടെത്തിയ മാർഗം വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് നൽകുന്നതായിരുന്നു. പലർക്കും എസ്കോബാർ വ്യാജ ഡിപ്ലോമകൾ വിറ്റു നല്ല പണമുണ്ടാക്കി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നിയമവിരുദ്ധമായ പ്രവൃത്തി. പണം ആവശ്യത്തിനുണ്ടായിട്ടും പാബ്ലോയുടെ പണത്തോടുള്ള വല്ലാത്തൊരു ആർത്തി അത് തീർന്നില്ല. പിന്നെ പതിയെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കള്ളക്കടത്തിലേക്ക് കടന്നു. നല്ല പണമുണ്ടാക്കി. പക്ഷേ മോഷണം എന്നത് അപ്പോഴും ഒരു ജീവിതചര്യയാക്കിയ എസ്കോബാർ വിലപിടിപ്പുള്ള കാറുകൾ കണ്ടാൽ മോഷ്ടിക്കും, രൂപമാറ്റം വരുത്തി വിൽക്കും. അതിലാണ് പിടിവീണത്. കള്ളനെ കയ്യോടെ പിടിച്ചു. 1974 ജയിലിലായി. ജയിലിൽ കൂട്ടുകാരായി ഉണ്ടായിരുന്നത് ചെറിയ ചില മയക്കുമരുന്ന് കേസുകളിലെ പ്രതികളായിരുന്നു. മയക്കുമരുന്നിൻ്റെ ചെറിയ കച്ചവടക്കാർ. അവരിലൂടെ എസ്കോബാർ മയക്കുമരുന്നിൻ്റെ വലിയ സാധ്യതകൾ മനസ്സിലാക്കി അതിൻ്റെ ബാലപാഠം പഠിച്ചു. ജയിലിൽ നിന്നിറങ്ങിയത് മയക്കുമരുന്ന് കള്ളക്കടത്തിൻ്റെ തന്ത്രങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്. അല്ലറ ചില്ലറ വ്യാപാരമായിരുന്നില്ല പക്ഷേ എസ്കോബാറിൻ്റെ ലക്ഷ്യം വൻ വ്യാപാരമായിരുന്നു. താൻ ആഗ്രഹിച്ച് നേടാൻ എന്തു ചെയ്യാനും മടിക്കാത്ത സ്വഭാവക്കാരനായ എസ്കോബാർ വ്യാജ സർട്ടിഫിക്കറ്റ് വിതരണത്തിലൂടെയും മോഷണത്തിലൂടെയും കള്ളക്കടത്തിലൂടെയൊക്കെ സമ്പാദിച്ച വലിയ തുക മുഴുവൻ കൊക്കൈൻ വ്യാപാരത്തിലിറക്കി. അതൊരു കൈവിട്ട കളിയായിരുന്നു എന്ന കാര്യം മറന്നുകൊണ്ടുള്ള ഒരിറക്കമായിരുന്നു അത്. പക്ഷേ തന്ത്രജ്ഞനായ എസ്കോബാർ അതിൽ വിജയിച്ചു. പ്ലാറ്റോ പ്ലോമോ എന്നതായിരുന്നു എസ്കോബാറിൻ്റെ രീതി. അതായത് വെള്ളി അഥവാ കൈക്കൂലി, അല്ലെങ്കിൽ ലീഡ് അഥവാ ബുള്ളറ്റ്. ഉദ്യോഗസ്ഥരെ കഴിയുന്നതും കൈക്കൂലി കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ പിന്നെ ചോദ്യമില്ല,
ബുള്ളറ്റ് തന്നെ കൊല്ലും, ഉറപ്പ്. ഒരു മടിയുമില്ലാതെ വളരെ ലാഘവത്തോടെയായിരുന്നു എല്ലാ കൊലകളും നടത്തിയിരുന്നത്. അത് നേരിട്ട് കണ്ട് ആസ്വദിക്കുന്നതായിരുന്നു സ്വഭാവം. അതിൽ നിന്ന് അയാൾക്ക് വല്ലാത്തൊരു ഊർജവും കിട്ടിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം ഭാര്യയോടും കുട്ടികളോടും വളരെ സ്നേഹമുള്ള, വാത്സല്യമുള്ള ഒരു കുടുംബസ്ഥനായിരുന്നു പാബ്ലോ എസ്കോബാർ. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 4000-ഓളം പേരെ എസ്കോബാർ നിഷ്കരുണം കൊന്നതായാണ് റിപ്പോർട്ട്. എസ്കോബാറിനെ ഒറ്റിയ ഒരാളെ കൊല്ലാൻ പലതവണ ശ്രമിച്ചു, കഴിഞ്ഞില്ല. പോലീസ് അയാളുടെ ജീവൻ രക്ഷിക്കുന്നത് തങ്ങളുടെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തു. കൊല്ലാനാവില്ല എന്ന് പോലീസും കൊല്ലുമെന്ന് എസ്കോബാറും വെല്ലുവിളിച്ചു. എസ്കോബാറിൽ നിന്നും തങ്ങളുടെ സകല സംവിധാനങ്ങൾ ഉപയോഗിച്ചും അയാളെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായപ്പോൾ പോലീസ് അവസാനം അയാളെ നാടുവിടാൻ സഹായിച്ചു. പക്ഷേ എസ്കോബാറിൻ്റെ പ്രതികാരം അടങ്ങുന്നതായിരുന്നില്ല. ഒരാളെ പാബ്ലോ എസ്കോബാർ നോട്ടമിട്ടു കഴിഞ്ഞാൽ അയാളെ കൊന്നിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഒറ്റയാൾ ഏത് വിമാനത്തിലാണ് പോകുന്നതെന്നറിഞ്ഞ് എസ്കോബാർ ആ വിമാനത്തിന് ബോംബ് വെച്ചു തകർത്തു. ഒറ്റുകാരനുൾപ്പെടെ 100 പേരാണ് ആ ദുരന്തത്തിൽ മരിച്ചത്. നിരപരാധികളായ 100 പേർ. ചുരുങ്ങിയ കാലം കൊണ്ടാണ് എസ്കോബാർ ലോകത്തിലെ ഏറ്റവും വലിയ കൊക്കൈൻ കള്ളക്കടത്തുകാരനായി മാറിയത്. ആഴ്ചയിൽ ഏതാണ്ട് 350 കോടി രൂപയായിരുന്നു എസ്കോബാറിൻ്റെ ലാഭം. പണം എന്തു ചെയ്യും, എവിടെ വയ്ക്കും എന്നറിയാത്ത അവസ്ഥ. സ്വകാര്യ വിമാനങ്ങൾ, ആഡംബര ഭവനങ്ങൾ എന്ന് വേണ്ട ആഡംബരത്തിൻ്റെ അവസാന വാക്കായി അയാൾ മാറി. എസ്കോബാറിൻ്റെ സ്വകാര്യ അഹങ്കാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ 7000 ഏക്കർ എസ്റ്റേറ്റ്. $630 ലക്ഷം ചെലവാക്കിയാണ് അതിൽ ഫുട്ബോൾ മൈതാനം, എയർ സ്ട്രിപ്പ്, ടെന്നീസ് കോർട്ട്, മൃഗശാല, കാളപ്പോര് വേദി, ദിനോസർ പ്രതിമകൾ, കൃത്രിമ തടാകങ്ങൾ എന്നിവ നിർമ്മിച്ചത്. ആനകൾ, ഒട്ടകപ്പക്ഷികൾ, സീബ്രകൾ, ഒട്ടകങ്ങൾ, ജിറാഫുകൾ, ഹിപ്പോപ്പൊട്ടാമസുകൾ എന്നിവയുൾപ്പെടെ 200ഓളം മൃഗങ്ങൾ എസ്കോബാറിൻ്റെ സ്വകാര്യ മൃഗശാലയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ US-ലേക്കുള്ള തൻ്റെ ആദ്യത്തെ മയക്കുമരുന്ന് കള്ളക്കടത്തിനായി ഉപയോഗിച്ച വിമാനം ഗേറ്റിന് മുന്നിൽ ഒരു വെല്ലുവിളിയായി സ്ഥാപിച്ചിരുന്നു. എസ്കോബാർ മരിച്ചതിന് പിന്നാലെ നാട്ടുകാർ അതെല്ലാം കൊള്ളയടിച്ചു. എസ്കോബാറിൻ്റെ ആഡംബര എസ്റ്റേറ്റ് ഇപ്പോൾ അവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. എസ്കോബാർ പണം എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിൽ ജീവിക്കുമ്പോൾ കൊളംബിയ ദാരിദ്ര്യത്തിലും കടത്തിലുമായിരുന്നു. ഈ അവസരത്തിൽ തന്നെ നിരപരാധിയായി പ്രഖ്യാപിച്ചാൽ $1000 കോടി രാജ്യത്തിൻ്റെ കടം വീട്ടാൻ താൻ തരാമെന്ന് എസ്കോബാർ വെല്ലുവിളിച്ചു. കൊളംബിയൻ സർക്കാർ ഒരു വീണ്ടു വിചാരത്തിന് തയ്യാറായെങ്കിലും അമേരിക്ക ഇടപെട്ട് അതിന് അനുമതി നൽകിയില്ല. 1992-93 കാലഘട്ടത്തിൽ എസ്കോബാറിനെ എന്ത് വിധേനയും പിടിക്കുമെന്നും അയാളുടെ സ്വത്തുക്കൾ ഏത് വിധേനയും കണ്ടുകെട്ടി സർക്കാരിൽ ലയിപ്പിക്കുമെന്നും പോലീസും സൈന്യവും ഒന്നിച്ച് ഉറപ്പു നൽകി. പട്ടാളവും പോലീസും ഒരുമിച്ച് എസ്കോബാറിനെ വേട്ടയാടി. നിൽക്കക്കള്ളിയില്ലാതെ എസ്കോബാർ കുടുംബത്തോടൊപ്പം ഒളിച്ചോടി. തണുപ്പിൽ മകൾ വിറച്ചു വലഞ്ഞപ്പോൾ തീക്കായനായി നനയാത്തതായി അവിടെ വിറകുകളൊന്നും ഉണ്ടായിരുന്നില്ല. മകൾക്ക് ചൂട് കായാനായി എസ്കോബാർ $20 ലക്ഷം, അതായത് ഏതാണ്ട് 33.5 കോടി രൂപയാണ് തീ കായാൻ കത്തിച്ചതെന്ന് വിശ്വസിക്കാനാവുമോ നമുക്ക്? അന്നത്തെ 33.5 കോടി എന്ന് പറയുമ്പോൾ ഇന്ന് അതിന് 300 കോടിയെങ്കിലും മൂല്യമുണ്ടാകും. എങ്ങനെ പണം ചെലവഴിക്കുമെന്നറിയാതിരുന്നിട്ടും പണം കൊണ്ട് പൊറുതി മുട്ടിയിട്ടും എസ്കോബാർ തൻ്റെ കള്ളക്കടത്തും ക്രൂരതയും ഉപേക്ഷിച്ചില്ല. അത് പണമുണ്ടാക്കാനല്ല, പണം അപ്പോഴേക്കും അയാൾക്കൊരു ഭാരമായി മാറിയിരുന്നു. പക്ഷേ ഈ കള്ളക്കടത്തും കൊലയും ക്രൂരതകളുമെല്ലാം എസ്കോബാറിന് അപ്പോഴത്തേക്കും ഒരു ലഹരിയായി മാറിയിരുന്നു. വിട്ടുമാറാനാവാത്ത വല്ലാത്ത ഭ്രാന്തമായ ഒരു ലഹരി. പണം ചെലവാക്കിയിരുന്നത് വാരിക്കോരിയായിരുന്നു. ആയിരക്കണക്കിന് പാവങ്ങൾക്ക് അയാൾ അത്താണിയായിരുന്നു. എസ്കോബാർ സംരക്ഷിക്കുന്ന പാവങ്ങൾ അന്ന് പണക്കാരെ പോലെയാണ് ജീവിച്ചിരുന്നത്. പാവപ്പെട്ടവർക്ക് അയാൾ ആശുപത്രികളും സ്റ്റേഡിയങ്ങളും പാർപ്പിടങ്ങളും നിർമ്മിച്ചു. എന്തിനധികം, പണം കുന്നുകൂട്ടിയിട്ടിരുന്ന ഗോഡൗണുകളിൽ നിന്ന് ഏതാണ്ട് $210 കോടി, അതായത് 35,000-ലേറെ കോടി രൂപ എലികൾ തിന്നും ദ്രവിച്ചും മറ്റും പോയിട്ടും ഓരോ വർഷത്തിലും എഴുതിത്തള്ളേണ്ടി വന്നിരുന്നു എന്നാണ് അറിവ്.
പാവങ്ങളായിരുന്നു എസ്കോബാറിനെ സംരക്ഷിച്ചിരുന്നത്. അവർക്കിടയിൽ നിന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക അസാധ്യമായിരുന്നു. എസ്കോബാറിന് മുന്നിൽ പോലീസും പട്ടാളവും നിസ്സഹായരായി. അപ്പോഴാണ് 1991 സ്വന്തമായി ജയിൽ പണിയാൻ അനുവദിച്ചാൽ അധികാരികൾക്ക് സ്വയം കീഴടങ്ങാമെന്ന് എസ്കോബാർ വാഗ്ദാനം ചെയ്തത്. ഒരു സർക്കാരിനും അംഗീകരിക്കാനാവാത്ത വ്യവസ്ഥയായിരുന്നു അത്. പക്ഷേ അതിശയമെന്ന് പറയട്ടെ, കൊളംബിയൻ സർക്കാർ അതും സമ്മതിച്ചു കൊടുത്തു. എസ്കോബാർ തനിക്കായി ഒരു ആഡംബര ജയിൽ നിർമ്മിച്ചു. നൈറ്റ് ക്ലബ്ബ്, സ്വിമ്മിംഗ് പൂൾ, വെള്ളച്ചാട്ടം, ഫുട്ബോൾ മൈതാനം എന്നിവ എല്ലാം ഉൾപ്പെടുന്ന ഒരു ആഡംബര വില്ലയായിരുന്നു എസ്കോബാറിൻ്റെ സ്വകാര്യ ജയിൽ. എന്ന് മാത്രമല്ല, അവിടെ ടെലിഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, ഫാക്സ് മെഷീനുകൾ എല്ലാം ഉപയോഗിക്കാനുള്ള അനുമതിയും ഉണ്ടായിരുന്നു. എന്നിട്ടും അയാൾ അടങ്ങിയില്ല. അവിടെ ഇരുന്നും കള്ളക്കടത്ത് തുറന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, ജയിച്ചു. എസ്കോബാറിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി ദയനീയമായി പരാജയപ്പെട്ടു. പക്ഷേ 2 വർഷം കഴിഞ്ഞപ്പോൾ എസ്കോബാർ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൊളംബിയൻ കോൺഗ്രസിലെ തൻ്റെ അംഗത്വം സ്വയം രാജിവെച്ചു. അത് ശരിക്കും ഒരു പിന്മാറ്റമായിരുന്നില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാനുള്ള ഒരു നിഗൂഢ നീക്കം തന്നെയായിരുന്നു. താൻ ഒരു കാലത്ത് കൊളംബിയയുടെ പ്രസിഡന്റ് ആകുമെന്നും അതോടെ രാജ്യത്തിൻ്റെ ദാരിദ്ര്യവും നിർഭാഗ്യവും കഷ്ടതകളും എല്ലാം തീരുമെന്നും അയാൾ പലരോടും വീമ്പ് പറയാൻ തുടങ്ങി. ഇതൊരു വിടുവാക്കല്ലെന്ന് അധികാരികൾ ഭയന്നു. കാരണം എസ്കോബാറിന് രാജ്യത്ത് അത്രയേറെ ജനപിന്തുണയുണ്ടായിരുന്നു. ഇയാളെ ഇങ്ങനെ വിട്ടാൽ തൻ്റെ സ്ഥാനം തെറിക്കുമെന്ന് അന്നത്തെ കൊളംബിയൻ പ്രസിഡന്റായിരുന്ന സീസർ ഗവീറയ്ക്ക് പോലും വലിയ പേടി തോന്നി. ഇതിനിടയിലാണ് തൻ്റെ തന്നെ ജയിലിൽ വെച്ച് എസ്കോബാർ 2 പേരെ പീഡിപ്പിച്ചതും വധിച്ചതും. ഇതോടെ എസ്കോബാറിനെ അയാളുടെ സ്വന്തം ജയിലിൽ നിന്നും സർക്കാർ ജയിലിലേക്ക് മാറ്റാൻ തീരുമാനമായി. ഇതറിഞ്ഞ എസ്കോബാറും കൂട്ടരും ജയിൽ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ അവിടെ നിന്നും ഒളിവിൽ പോയി. 1992 ഒരു ജൂലൈ മാസത്തിലായിരുന്നു അത്. US ഇതിനെ കടുത്ത ഭാഷയിൽ അവഹേളിച്ചു. തങ്ങളുടെ രാജ്യത്തേക്ക് മയക്കുമരുന്നൊഴുക്കുന്ന പാബ്ലോ എസ്കോബാറിനെ പിടികൂടിയിട്ടില്ലെങ്കിൽ കൊളംബിയയുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുമെന്ന് വരെ US അധികൃതർ വെല്ലുവിളിച്ചു. പക്ഷേ എസ്കോബാറിനെ അയാളുടെ ഒളിത്താവളത്തിലെത്തി പിടികൂടുക എന്നത് അസാധ്യമായിരുന്നു. അവിടെ അയാളുടെ അംഗരക്ഷകർ മാത്രമല്ല, നാട്ടുകാർ മുഴുവനും അയാൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിരുന്നു. എങ്കിലും അമേരിക്കൻ ഉദ്യോഗസ്ഥരും കൊളംബിയൻ പോലീസും പട്ടാളവും അതിനുള്ള അവസരം പാർത്തിരുന്നു. സെർച്ച് ബോക്ക് എന്ന പ്രത്യേക ദൗത്യസേനയെ തന്നെ ഇതിനായി നിയോഗിച്ചു. അവർക്ക് എസ്കോബാറിൻ്റെ എതിരാളികളായ കള്ളക്കടത്തുകാരുടെ സഹായവും ഉണ്ടായിരുന്നു. ഈ അവസരത്തിലാണ് 1993 ഡിസംബർ 1 എസ്കോബാർ തൻ്റെ ഒളിത്താവളത്തിൽ അയാളുടെ 44ാം ജന്മദിനം അതിഗംഭീരമായി ആഘോഷിക്കുന്നുണ്ട് എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. നമ്മൾ ആവേശത്തിൽ കണ്ടതിൻ്റെ 100 മടങ്ങ് ആഘോഷം. നാട്ടുകാർ മുഴുവനും ആഘോഷത്തിൽ പങ്കെടുത്തു. പാട്ടും കൂത്തും കള്ളും പണവും ഒഴുകി. നാട്ടുകാർ എസ്കോബാറിനൊപ്പം ആനന്ദ നൃത്തം ചവിട്ടി. കേക്കും കള്ളും പെണ്ണും കഞ്ചാവും ആസ്വദിച്ചു. അപ്പോൾ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ഒരു വൻ നിര പുറത്ത് തക്കം പാർത്ത് കാത്തിരിക്കുകയായിരുന്നു. രാത്രി പുലരുവോളം ആഘോഷങ്ങൾ അരങ്ങേറി. പകലെല്ലാവരും തളർന്നുറങ്ങി. അതായിരുന്നു ദൗത്യസേന കാത്തിരുന്ന അവസരം. ആഘോഷം കഴിഞ്ഞ ആലസ്യത്തിലേക്കാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് പോലീസും സൈന്യവും ഇരച്ചു കയറിയത്. പൊടുന്നനെയുള്ള ഈ ആക്രമണത്തെ തടുത്തു നിർത്താൻ എസ്കോബാറിൻ്റെ സുരക്ഷാ സേനയ്ക്കായില്ല. തളർന്നുറങ്ങിയ നാട്ടുകാർ ആണെങ്കിൽ ഇതൊന്നും അറിഞ്ഞതുമില്ല. ആ ഏറ്റുമുട്ടലിൽ എസ്കോബാറിന് മാരകമായി പരിക്കേറ്റു. എന്നിട്ടും പിടികൊടുക്കാൻ അയാൾ ഒരുക്കമായിരുന്നില്ല. സ്വയം വെടിവെച്ചു മരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അറസ്റ്റിലായാൽ US കൈമാറാൻ സാധ്യതയുണ്ടെന്ന് എസ്കോബാറിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹം അക്കാര്യം തൻ്റെ കൂട്ടുകാരോട് പറയുകയും ചെയ്തിരുന്നു. US ജയിൽ മുറിയേക്കാൾ കൊളംബിയയിലെ ഒരു ശവക്കുഴിയാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നതായിരുന്നു അത്രേ എസ്കോബാർ പറഞ്ഞിരുന്നത്. എസ്കോബാർ കൊല്ലപ്പെട്ടതോ ആത്മഹത്യ ചെയ്തോ എന്നതിന് ഇന്നും സ്ഥിരീകരണമില്ല. 25,000-ലേറെ പേരാണ് ഈ കൊടും കുറ്റവാളിക്ക് കണ്ണീരോടെ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത് എന്നത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവർ ഒരു രാഷ്ട്ര നേതാവിനെ പോലെ ആദരവോടെയാണ് അദ്ദേഹത്തെ അന്ത്യയാത്രയച്ചത്. എസ്കോബാറിൻ്റെ മരണത്തോടെ നാട്ടിൽ മയക്കുമരുന്ന് കള്ളക്കടത്ത് അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് പക്ഷേ തെറ്റി. അത് അവസാനിച്ചില്ല, കൂടി.
എസ്കോബാർ വീണതോടെ പതുങ്ങിയിരുന്നിരുന്ന ആളുകളെല്ലാം, പതുങ്ങിയിരുന്ന കള്ളക്കടത്തുകാരെല്ലാം പുറത്തു വന്നു. അവർ നാട്ടിൽ അഴിഞ്ഞാടി. അവസാനം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാണ് കൊളംബിയൻ സർക്കാർ ഈ കലാപത്തെ നേരിട്ടതെന്ന് പറയുമ്പോൾ കേവലം ഒരു ക്രിമിനൽ, 4000-ഓളം പേരെ നിഷ്കരുണം വധിച്ച ഒരു കൊടും കുറ്റവാളി എത്രമാത്രം ജനങ്ങളെ സ്വാധീനിച്ചു എന്നത് ഇന്ന് ലോകത്തിന് മനസ്സിലാകാത്ത ഒരു അതിശയം തന്നെയാണ്. ആ അതിശയം തേടിയാണ് ജനം ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കെന്ന പോലെ മെഡിയാൻ സിറ്റിയിലേക്ക്, സിറ്റി ഓഫ് എറ്റേണൽ സ്പ്രിംഗ്, നിത്യവസന്തത്തിൻ്റെ നഗരത്തിലേക്ക് ഇന്നും ഒഴുകുന്നത്. എല്ലാ സാമ്രാജ്യങ്ങളും രക്തവും തീയും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് എന്നത് എസ്കോബാറിൻ്റെ വാക്കുകളാണ്. ഇത് സത്യവൽക്കരിക്കുകയാണ് കൊളംബിയ എന്ന രാജ്യം. എസ്കോബാർ പോയതോടെ ആ രാജ്യം കൂടുതൽ രക്തപങ്കിലമായി. അതിന്നും തുടരുകയാണ്. അതിൻ്റെ അവസാനത്തെ രക്തസാക്ഷിയാണ്, അവസാനത്തെന്ന് പറയാൻ കഴിയില്ല, അതിൻ്റെ രക്തസാക്ഷിയാണ് ലോകകപ്പിൽ സെൽഫ് ഗോൾ അടിച്ചു എന്ന ഒറ്റപ്പിഴവിൻ്റെ പേരിൽ വെടിയേറ്റ് മരിക്കേണ്ടി വന്ന പാബ്ലോ എസ്കോബാർ എന്ന കൊളംബിയൻ ഫുട്ബോളർ. അതേക്കുറിച്ച് കൂടുതൽ പറയേണ്ടതാണ്, പക്ഷേ സമയദൈർഘ്യം കൊണ്ട് പറയുന്നില്ല. നമുക്ക് ആ പാവം ഫുട്ബോളറെ വിട്ട് ക്രിമിനലായ എസ്കോബാറിലേക്ക് തന്നെ വന്നാൽ തീർത്തും പറയാൻ കഴിയും, എസ്കോബാറിൻ്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. നന്നാവാൻ കിട്ടിയ അസുലഭമായ അവസരം അതുപയോഗിക്കാതെ അഹങ്കാരം കാണിച്ച മനുഷ്യന് ദൈവം പോലും മാപ്പ് നൽകില്ല എന്ന പാഠമാണ് എസ്കോബാർ നൽകുന്നത്. എസ്കോബാറിന് താൻ തന്നെ നിർമ്മിച്ച ജയിലിൽ രാജാവിനെ പോലെ കഴിയുവാനുള്ള അവസരമുണ്ടായിരുന്നു. അധികൃതരുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു, സഹായമുണ്ടായിരുന്നു. ആ അവസരം അവിടെ അയാൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ആർത്തി അവസാനിപ്പിക്കാതെ തൻ്റെ ക്രൂരതയും ദുർവൃത്തിയും തുറന്നതാണ് അയാളുടെ ആത്യന്തികമായ പരാജയത്തിന് അല്ലെങ്കിൽ പതനത്തിന് കാരണമായത്. ഇതിൽ നിന്നും ലോകം മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. ഏതൊരു ദുഷ്ടനും നന്നാവാൻ, പശ്ചാത്തപിച്ച് മടങ്ങാൻ വിധി ഒരവസരമൊരുക്കും. അത് കണ്ടെത്തി ആ അവസരമെങ്കിലും ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ വിധി ആഞ്ഞടിക്കും. സാഹസികനായ ആംഗലേയ സാഹിത്യകാരൻ ബെയർ ഗ്രിൽസ് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരവസരം മാത്രമേ ലഭിക്കൂ, ധൈര്യത്തോടെ അത് പിടിച്ചെടുക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമതൊരവസരത്തിന് കാത്തിരിക്കാതെ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കാൻ, അതിലൂടെ നല്ല മാർഗം തിരഞ്ഞെടുക്കാൻ അബദ്ധസഞ്ചാരികൾ ഒരുങ്ങണമെന്ന പാഠമാണ് ലോകം കണ്ട ഏറ്റവും പണക്കാരനായ കുറ്റവാളി എസ്കോബാർ ഈ ലോകത്തോട് നിശബ്ദമായി വിളിച്ചു പറയുന്നത്. അതുതന്നെയായിരിക്കണം എസ്കോബാറിൻ്റെ ശവകുടീരത്തിലേക്ക് തീർത്ഥാടകരെ പോലെ ഒഴുകിയെത്തുന്ന സന്ദർശകരും ഉൾക്കൊള്ളുന്നത് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അതായിരിക്കണം എസ്കോബാർ തൻ്റെ ജീവിതത്തിലൂടെ നൽകുന്ന പാഠം.